തമിഴ്നാട് മുഖ്യമന്ത്രിക്കെതിരായ അപകീർത്തികരമായ പരാമർശത്തിൽ മുൻമന്ത്രി അറസ്റ്റിൽ. അനിത ആർ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ്. മുഖ്യമന്ത്രി ആരായാലും ബഹുമാനിക്കണമെന്ന വിധിയിൽ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഷബ്ന തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, നമ്മൾ കുറച്ചു നേരത്തെയാണ് വിശദാംശം എടുത്തത്. മുഖ്യമന്ത്രി ആരായാലും ബഹുമാനിക്കണമെന്ന് കോടതി പറഞ്ഞ കാര്യം. നിലവിൽ അതിന് പിന്നാലെ അറസ്റ്റും ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ. ഷാമിലി, ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെയാണ് മുൻ മന്ത്രിയുടെ അറസ്റ്റ്. നേരത്തെ തന്നെ ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത്തരത്തിലൊരു സംഭവത്തിൽ മുൻകൂർ ജാമ്യം നൽകാൻ സാധിക്കില്ല. കാരണം സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ തമിഴ്നാട് നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അവരെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്, ജനങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരാമർശം, ഒരു ജനപ്രതിനിധി നടത്തുന്ന പരാമർശത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഈ മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഉടൻ തന്നെ ഈ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ നിലവിലെ MLA-യുമായ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഏതായാലും കോടതിയുടെ പരാമർശം ഈ പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള വേഗത്തിൽ അറസ്റ്റിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. കാരണം 1967 മുതൽ സിനിമാക്കാർ നിയമസഭയിൽ എത്തുന്നുണ്ട്. സിനിമയിലെത്തുന്ന ആളുകളെ ആ രീതിയിൽ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ അവഹേളിക്കുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി ഉത്തരവിൽ തന്നെ എഴുതി ചേർക്കുകയും ചെയ്തിരുന്നു. വിജയ്ക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന പൊതുപരിപാടിയിലാണ് നടത്തിയിരുന്നത്. കാരണം സിനിമാ ജീവിതത്തിൽ നിന്നും ഈ നിയമസഭയിൽ എത്തുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണ് നിയമസഭയിൽ പ്രവർത്തിക്കുന്നത്, അബദ്ധത്തിൽ രാഷ്ട്രീയക്കാരനായി എത്തിയതാണ് വിജയ് തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു ഈ MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്നാണ് കോടതി ഈ രീതിയിൽ ഇടപെടുകയും ഉടൻ തന്നെ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ശരി.